നമ്മൾ ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ മെയിൻലി നമ്മൾ ഏതൊക്കെ മെമ്മറികളാണെന്ന് പറഞ്ഞു, അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ഓർഗൻ സിസ്റ്റത്തും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പം എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്ന എപ്പിസോഡിക് മെമ്മറിയും അറ്റ് സെയിം ടൈം സെമാറ്റിക് മെമ്മറിയും, രണ്ട് മെമ്മറിയും കൺട്രോൾ ചെയ്യുന്നത് മീഡിയൽ ടെമ്പറൽ ലോബ്, മിഡിൽ ഡയൻസെഫാലൻ ആൻഡ് നിയോകോർട്ടെക്സ്. ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ അണ്ടറിൽ വരുന്നതാണ് പ്രൊസീജിയൽ മെമ്മറി, പെർസെപ്ച്വൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, നോൺ അസോസിയേറ്റീവ് ലേണിംഗ്. അതിൽ പ്രൊസീജിയൽ മെമ്മറി നമ്മൾ പറഞ്ഞതാണ് മോട്ടോർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്കില്ലുകളാണത്. മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയ ഓഫ് ബ്രെയിനും അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിൽസുമാണ്. പെർസെപ്ച്വൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം, പെർസെപ്ച്വൽ പ്രൈമിംഗ് കൺട്രോൾ ചെയ്യുന്നത് പെർസെപ്ച്വൽ ആൻഡ് അസോസിയേഷൻ നിയോകോർട്ടെക്സ്. നെക്സ്റ്റ് നമ്മൾ പറയും എന്താണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ ലേൺഡ് ബിഹേവിയറിൽ പഠിച്ചതാണ്, കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലാണ്. നോൺ അസോസിയേറ്റീവ് ലേണിംഗ്, ഹാബിച്വേഷൻ, സെൻസിറ്റൈസേഷൻ പോലെയുള്ളത് കൺട്രോൾ ചെയ്യുന്നത് റിഫ്ലെക്സ് പാത്വേസ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി അറിഞ്ഞിരിക്കുക, ഏതൊക്കെ ബ്രെയിൻ റീജിയൻസ് അല്ലെങ്കിൽ ഓർഗൻസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കി വയ്ക്കാം. ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് സബ് ഡിവിഷൻസ് പറഞ്ഞിരുന്നു, ഏതൊക്കെ ബ്രെയിൻ റീജിയൻസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ പ്രൈമിംഗ് എന്താണെന്നുള്ളതാണ്. പ്രൈമിംഗ് എന്ന് പറയുന്നത്, പെർസെപ്ച്വൽ പ്രൈമിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ഒരു സ്റ്റിമുലസിൻ്റെ ഇൻട്രൊഡക്ഷൻ കാരണം സബ്സിക്വൻ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റിമുലസിൻ്റെ റെസ്പോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണത്. അതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് കാരണം നെക്സ്റ്റ് ഒരു സ്റ്റിമുലസ് കൊണ്ടുണ്ടാവുന്ന റെസ്പോൺസ് മാറ്റം വരുന്നു, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പീനട്ട് എന്ന് കേൾക്കുമ്പോൾ ഓൾറെഡി നമുക്കറിയാം പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം നമുക്ക് വരും. അതൊരു പ്രൈമിംഗ് പോലെയാണ്. പീനട്ട് എന്നുള്ള ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ആ ഒരു വേർഡിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാവുന്നു. അതുപോലെ യെല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ യെല്ലോ കളറുള്ള ഒബ്ജക്റ്റുകളാണ് മനസ്സിലാക്കി വരിക, ബനാന, ലെമൺ പോലെയുള്ളത്. അതൊക്കെ പ്രൈമിംഗ് ബിഹേവിയേഴ്സിന് എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് പോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 10 തവണ സിൽക്ക് എന്ന് പറയാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. സിൽക്ക് എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് പശു കുടിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻലി നമ്മൾ ആൻസർ പറയുക പ്രോബബിലിറ്റി കൂടുതലും മിൽക്ക് എന്നാണ്. കാരണം ആ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നെക്സ്റ്റ് നമ്മൾ പറയുന്നൊരു ക്വസ്റ്റ്യൻസിന് ആൻസറിന് നമ്മളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് പ്രൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അനാട്ടമി പഠിക്കുമ്പോൾ മെമ്മറി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, ബ്രെയിനിലെ ഏതൊക്കെ റീജിയൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നതിന് മുന്നേ ഏതൊക്കെ ഒരു ഡിസോർഡേഴ്സ് ആണ് മെമ്മറീനെ എഫക്റ്റ് ചെയ്യുന്നത്, മെയിൻലി സ്റ്റഡി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഡിസീസുകളെ പറ്റി നമുക്ക് പഠിക്കാം. അതിലൊന്നാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ. ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകുമ്പോൾ, ഇഞ്ചുറിയോ സ്ട്രോക്കോ അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ആൽക്കഹോളിസം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള മെമ്മറി റീകോൾ ചെയ്യാൻ പറ്റുന്നു, ഡിസ്റ്റൻ്റ് ഇവൻറ്റ്സിനെ റീകോൾ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ന്യൂ മെമ്മറീസിനെ റീകോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ന്യൂ മെമ്മറീസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആവുന്നതിനെയാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് വിളിക്കുന്നത്. പണ്ടത്തെ മെമ്മറീസ് ഉണ്ട്, എന്നാൽ പുതിയ ഇൻഫർമേഷൻസ് റീകോൾ ചെയ്യാനോ പുതിയ ഇൻഫർമേഷൻസ് എടുക്കാനോ പറ്റാത്തൊരവസ്ഥേനെയാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യ എന്ന് വിളിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ഹൈപ്പോതലാമസ്, അതുപോലെ തന്നെ ബേസ് പോർഷൻ ഓഫ് ഫോർ ബ്രെയിൻ, ഹൈപ്പോതലാമസിൻ്റെ അടുത്തുള്ള ബേസ് പോർഷൻ ഓഫ് ഫോർ ബ്രെയിൻ, അതുപോലെ തന്നെ മാമിലറി ബോഡീസ്, അവിടെ തലാമസ്, അവിടെയൊക്കെ ഉള്ള ഡാമേജാണ് ആൻഡ്രോഗ്രേഡ് അംനീഷ്യത്തിന് കാരണമാവുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻസിന് ഉണ്ടാവുന്ന ഡാമേജ്, ഹിപ്പോകാമ്പസിനൊക്കെ ഉണ്ടാവുന്ന ഡാമേജ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനും എമിഗ്ഡലേനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബൈലാറ്ററലായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാവുമ്പോൾ പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻസ്, ന്യൂ മെമ്മറീസ് കംപ്ലീറ്റ്ലി നമുക്ക് എടുക്കാനായിട്ട്, അതിനെ റിക്കോൾ ചെയ്യാനായിട്ടുള്ളൊരു ഇനബിലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവിടെ. അംനീഷ്യ ജനറലി പറയുമ്പോൾ നമുക്കറിയാം ലോസ് ഓഫ് മെമ്മറിയാണ്
മെയിൻലി അതിൻ്റെ റീസൺസ് ഷോക്കോ ഫാറ്റിഗോ അതുപോലെ തന്നെ ഇഞ്ചുറിയോ ബ്രെയിൻ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ്സോ അല്ലെങ്കിൽ നമുക്ക് മൈൽഡായിട്ടുള്ള അനസ്തീഷ്യസ് ചില ആളുകൾക്ക് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ തന്നെ അംനീഷ്യയ്ക്ക് കാരണം ആവാറുണ്ട്. അപ്പം അതിൽ ആൻഡ്രോഗ്രേഡ് അംനീഷ്യ നമ്മൾ പറഞ്ഞു പെർമനൻ്റ് ലോസ് ഓഫ് ദി എബിലിറ്റി ടു ഫോം ന്യൂ മെമ്മറീസ്, പുതിയ മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാസ്റ്റ് മെമ്മറീസ് ഉണ്ട്, പക്ഷേ പാസ്റ്റ് മെമ്മറീസിനെ നമുക്ക് റിക്കോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. ലോങ് ടേം മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ലോങ് ടേം മെമ്മറീനെ റിക്കോൾ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് ഇന്നബിലിറ്റി ഈസ് നോൺ ആസ് റിട്രോഗ്രേഡ് അംനീഷ്യ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസോർഡേഴ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഓരോ റീജിയൻസ്, ബ്രെയിനിലെ റീജിയൻസ് എങ്ങനെയാണ് മെമ്മറീനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ മീഡിയൽ ടെമ്പറൽ ലോബ് കമ്പോസ് ചെയ്തിരിക്കുന്നത് മെയിൻലി ഹിപ്പോക്യാമ്പസ്, എൻഡോറൈനൽ കോർട്ടെക്സ്, പെരിറൈനൽ കോർട്ടെക്സ്, പാരാഹിപ്പോക്യാമ്പൽ കോർട്ടെക്സ്. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? റിസീവ് ഇൻപുട്ട് ഫ്രം ആൻഡ് സെൻഡ് പ്രൊജക്ഷൻ ടു കോർട്ടിക്കൽ റീജിയൻസ്. മെയിൻലി അതാണ് മീഡിയൽ ടെമ്പറൽ ലോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീഡിയൽ ടെമ്പറൽ ലോബിൽ നമ്മൾ ഓരോന്നെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹിപ്പോക്യാമ്പസ്. ഹിപ്പോക്യാമ്പസ് നമ്മൾ പറഞ്ഞു ഒരു സീഹോ ഷേപ്പിലായിട്ടുള്ള മീഡിയൽ ടെമ്പറൽ ലോബിലുള്ള ഒരു ഇൻഫോൾഡഡ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഹിപ്പോക്യാമ്പസ്. മെയിൻലി ഷോർട്ട് ടേം മെമ്മറിക്കും ലോങ് ടേം മെമ്മറിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം മെമ്മറീനെ കൺസോളിഡേഷൻ നടത്തി ലോങ് ടേം മെമ്മറി ആക്കാനായിട്ട് ഹിപ്പോക്യാമ്പസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സ്ട്രക്ചറാണ് ഇവിടെ ഇവർ കാണിക്കുന്നത്. ഹിപ്പോക്യാമ്പസിൻ്റെ റോള് നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും സ്പേഷ്യൽ മെമ്മറി കൊടുക്കാനും ഹിപ്പോക്യാമ്പസ് ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഒരു എക്സ്പെരിമെൻറ്റ്. ഹെൻറി ഗുസ്റ്റവ് മൊലൈസൺ HM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണിൽ നടന്നിട്ടുള്ള സർജറീനെ നമ്മൾ പറ്റി പറഞ്ഞു. സർജറി ചെയ്തപ്പോൾ എന്താണ് 11 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആ ഒരു കുട്ടിക്ക് ഹിപ്പോക്യാമ്പസിനെയും എമിഗ്ഡല പോർഷനാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ശരിക്കും ഒരു എക്സ്പെരിമെൻ്റലി സർജറി ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു 8 സെൻറ്റിമീറ്ററോളം ഉള്ള ഹിപ്പോക്യാമ്പൽ റീജിയൻ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ 2 ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നുണ്ട് അവിടെ, ആൻഡ്രോഗ്രേഡ് അംനീഷ്യം, റിട്രോഗ്രേഡ് അംനീഷ്യം. ആൻഡ്രോഗ്രേഡ് അംനീഷ്യം കാരണം ആൾക്ക് പുതിയ മെമ്മറീസ് ഒന്നും റീകോൾ ചെയ്യാനോ പുതിയ മെമ്മറീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിലുള്ള മെമ്മറീസിനെ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്രശ്നം സർജറി നടന്നതിന് മുന്നുള്ള ഒരു ഫ്യൂ ഇയേഴ്സിൻ്റെ മെമ്മറീസ് ഒന്നും റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. പാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണത്, അത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ HMൻ്റെ ഈ ഒരു സർജറി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ഇൻസൈറ്റ് തരികയാണ് ചെയ്തത്, ഹിപ്പോക്യാമ്പസ് ചെയ്യുന്ന റോൾ എന്താണെന്നുള്ളത്. അത്ര നാൾ സയൻറ്റിഫിക് വേൾഡിന് അറിയില്ലായിരുന്നു ഹിപ്പോക്യാമ്പസും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് ഈ HMൻ്റെ ആ ഒരു സർജറി നമുക്കൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HM മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്, ആളുടെ സർജറിയിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ടെമ്പറൽ ലോബിൻ്റെ പോർഷൻസ് ആണ് അവിടെ റിമൂവ് ചെയ്തിട്ടുള്ളത്. ആ എക്സ്പെരിമെൻറ്റ് മെയിനായിട്ടുള്ള സർജറി എന്ന് പറയുന്നത് പെറൈറ്റൽ മീഡിയൽ ടെമ്പറൽ ലോബ് റിസെക്ഷൻ എന്നാണ് പറയുന്നത്. ആ ഭാഗത്തിന് ഒരു 8 സെൻറ്റിമീറ്ററിലുള്ള ബ്രെയിൻ ടിഷ്യൂ, ഹിപ്പോക്യാമ്പസും കൂടി ഉൾപ്പെടുന്ന ബ്രെയിൻ ടിഷ്യൂവിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൻഡ്രോഗ്രേഡ് ആൻഡ് റിട്രോഗ്രേഡ് അംനീഷ്യത്തിന് ഇവർക്ക് കാരണമാവുന്നത്. അപ്പോൾ ഈ HMൻ്റെ ഒരു കാര്യം, HMൻ്റെ എന്ന പേഷ്യൻറ്റിന് മൊത്തത്തിലുള്ള ഒരു മെമ്മറി നഷ്ടപ്പെട്ടുവെങ്കിലും ഇപ്പോഴും നമ്മൾ ആളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ആളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സ്കോവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഒരു സർജറി നടത്തിയത്, ന്യൂറോ സർജനാണ് ആൾ. അപ്പോൾ ഇതാണ് ആളുടെ ബ്രെയിനിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നോർമലായിട്ടുള്ള ബ്രെയിൻ നോക്കുമ്പോൾ അതിൻ്റെ ടെമ്പറൽ ആയിട്ടുള്ള ലോബ് ഇങ്ങനെയാണ് കാണുന്നത്. ടെമ്പറൽ ലോബിലുള്ള റീജിയൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹിപ്പോക്യാമ്പസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ HM's ബ്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഇവിടെ ഒരു പോർഷൻ ഇവിടെ റിമൂവ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഹിപ്പോക്യാമ്പൽ റീജിയൻ ഉണ്ട്, ആ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് പറയാനായിട്ടുള്ളത്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിപ്പോക്യാമ്പസ് പറഞ്ഞു, ഹിപ്പോക്യാമ്പസിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു. എൻഡോറൈനൽ കോർട്ടെക്സ് ആണ് നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ളത്. എൻഡോറൈനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഒരു ബ്രെയിനിൻ്റെ എല്ലോ കോർട്ടെക്സിലൊരു റീജിയനാണ്. മീഡിയൽ ടെമ്പറൽ ലോബിലാണിത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഹബ് ഓഫ് മെമ്മറിക്ക് ഹെൽപ്പ് ചെയ്യും, നാവിഗേഷൻ, അതുപോലെ തന്നെ പെർസെപ്ഷൻ ഓഫ് ടൈം മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന റീജിയനാണ് എൻഡോറൈനൽ കോർട്ടെക്സ്, EC എന്ന് പറയുന്നത്. EC മെയിൻലി അവർ കാണുന്നത് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹിപ്പോക്യാമ്പസ് ആൻഡ് നിയോകോർട്ടെക്സ് ആണ്. ഹിപ്പോക്യാമ്പസിനും നിയോകോർട്ടെക്സിനും ഇടയിലുള്ള ആ ഒരു സർഫസിനെ, ആ ഒരു കോണ്ടാക്റ്റിംഗ് സർഫസ് ആണ് മെയിനായിട്ട് EC എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻഡോറൈനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇവരൊരു ഇൻ്റർഫേസ് ആണ് മെയിനായിട്ട് എന്തിൻ്റെ, നമ്മുടെ ഹിപ്പോക്യാമ്പസിൻ്റെയും കോർട്ടെക്സിൻ്റെയും നിയോ കോർട്ടെക്സിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസാണ്, കോണ്ടാക്റ്റിംഗ് സ്പേസാണ്. EC ഹിപ്പോക്യാമ്പസ് സിസ്റ്റം പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിക്ലറേറ്റീവ് മെമ്മറി. മെയിൻലി ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് എപ്പിസോഡിക് ആൻഡ് സെമാറ്റിക് മെമ്മറീസ് ആണ്. അതിനെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു EC ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ മെമ്മറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെമ്മറി കൺസോളിഡേഷൻ, മെമ്മറി ഒപ്റ്റിമൈസേഷൻ ഇൻ സ്ലീപ്പ്. നമുക്കറിയാം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് മെമ്മറിയുടെ കൺസോളിഡേഷൻ മെയിനായിട്ട് നടക്കുന്നത്, ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രെയിൻ റീജിയനാണ് EC എന്ന് പറയുന്നത്. അസോസിയേഷൻ ഓഫ് ഇമ്പൾസ് ഫ്രം ദ ഐ ആൻഡ് ഇയർ ഒക്കേഴ്സ് ഇൻ എൻഡോറൈനൽ കോർട്ടെക്സ്. ഇപ്പോൾ ഇയറിന്നും ഐ എന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആ ഒരു ഇമ്പൾസസിനെ അസോസിയേറ്റ് ചെയ്യാനും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനെയാണ് എൻഡോറൈനൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളതാണ് പെരിറൈനൽ കോർട്ടെക്സ്. പെരിറൈനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കോർട്ടിക്കലായിട്ടുള്ള റീജിയൻ മീഡിയൽ ടെമ്പറൽ ലോബിൽ കാണുന്നതാണ്. മെയിനായിട്ട് ബ്രോഡ്മാൻസ് ഏരിയ 35-36 ആണ് പെരിറൈനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ബ്രോഡ്മാൻ ഏരിയ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 35ഉം 36ഉം റീജിയനാണ് മെയിനായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഈ ഒരു പെരിറൈനൽ കോർട്ടെക്സ് കാണാനായിട്ട് പറ്റുന്നത്. ഇവരെന്താ ചെയ്യുന്നത്, ഇറ്റ് റിസീവ് ഹൈലി പ്രോസസ്ഡ് സെൻസറി ഇൻഫർമേഷൻ ഫ്രം ഓൾ സെൻസറി റീജിയൻസ് ആൻഡ് ജനറലി അക്സെപ്റ്റഡ് ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് റീജിയൻ ഫോർ മെമ്മറി. എല്ലാ സെൻസറി റീജിയനിൽ നിന്നും ഇൻഫർമേഷൻസ് ഇവർ ഗ്യാദർ ചെയ്യുകയാണ് ചെയ്യുന്നത്, റിസീവ് ചെയ്യാണ് ഇൻഫർമേഷൻസ്. അതുകൊണ്ട് തന്നെ മെമ്മറിക്ക് അവർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പെരിറൈനൽ കോർട്ടെക്സ് ഈസ് ഇൻവോൾവ് ഇൻ ബോത്ത് വിഷ്വൽ പെർസെപ്ഷൻ ആൻഡ് മെമ്മറി. വിഷ്വൽ പെർസെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെമ്മറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ മെയിനായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള മെമ്മറീസിനെ, അതുപോലെ തന്നെ ഐറ്റം മെമ്മറീസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പെരിറൈനൽ കോർട്ടെക്സ് ഇൻവോൾവിങ് ഐറ്റം മെമ്മറി. പിന്നെ ഒരു കാര്യം നമ്മൾ മുന്നേ നടന്നൊരു കാര്യമാണ്, ഫെമിലിയർ ആയിട്ടുള്ള മെമ്മറീനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പെരിറൈനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഐറ്റം മെമ്മറിക്ക്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് റെക്കഗ്നീഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് സെൻസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഗ്യാദർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസിനെ മനസ്സിലാക്കാനായിട്ട്, ഐഡൻറ്റിഫിക്കേഷൻ നടത്താനായിട്ട്, അതുപോലെ ഐറ്റം മെമ്മറിക്കും പെരിറൈനൽ കോർട്ടെക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 35-36 എന്ന് പറഞ്ഞ് 35ഉം 36 ബ്രോഡ്മാൻ ഏരിയയിലാണ് ഇവർ കാണുന്നത്. നെക്സ്റ്റ് ബ്രെയിൻ്റെ ഒരു റീജിയൻ എന്ന് പറയുന്നതാണ് പാരാ ഹിപ്പോക്യാമ്പൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. പാരാ ഹിപ്പോക്യാമ്പൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് PPA, പാരാ ഹിപ്പോക്യാമ്പൽ പ്ലേസ് ഏരിയ എന്ന് പറയാം. ഫങ്ഷണൽ റീജിയൻ ഓഫ് ദി ബ്രെയിൻ ദറ്റ് റെസ്പോണ്ട് മോർ സ്ട്രോങ്ലി ടു ഇമേജസ് ഓഫ് സീൻസ് ആൻഡ് പ്ലേസ്. അവിടെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ചില ഇമേജിനോടും ചില സീനിനോടുമാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റിമുലസിനോട് സാധാരണ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ലാതെ ചില ഇമേജുകളിലോടും ചില പ്ലേസിനോടും റെസ്പോണ്ട് ചെയ്യാണ് സ്ട്രോങ്ലി പാരാ ഹിപ്പോക്യാമ്പൽ കോർട്ടെക്സ് ചെയ്യുന്നത്. ടൈറ്റ്ലി ഹിപ്പോക്യാമ്പസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഹിപ്പോക്യാമ്പസിൻ്റെ ഫങ്ഷനായിട്ട് ഒരു കപ്പിൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇവർ എപ്പിസോഡിക് ആയിട്ടുള്ള മെമ്മറീസ് മെയിൻലി അവർ എൻകോഡിങ്ങിനും റിട്രീവലിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോണ്ടെക്ച്വൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോംപ്ലക്സ് സീനുകളുടെ പ്രോസസ്സിങ്ങിനാണ് മെയിനായിട്ട് പാരാ ഹിപ്പോക്യാമ്പൽ കോർട്ടെക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. വിഷ്വൽ മെമ്മറിയിൽ തന്നെ സർട്ടിൻ ഇമേജസ് ആൻഡ് സർട്ടിൻ പ്ലേസ് റിലേറ്റഡ് മെമ്മറീസ് ആണ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് പാരാ ഹിപ്പോക്യാമ്പൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്.
മൊത്തത്തിൽ നമ്മൾ കോർട്ടെക്സിനെ പറയുമ്പോൾ കോർട്ടെക്സിൻ്റെ റീജിയൻ എന്താ ചെയ്യുന്നത്, ലോങ് ടേം മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കോർട്ടെക്സിലാണ്. ഇപ്പോൾ ഹിപ്പോക്യാമ്പസിലുള്ള മെമ്മറി ലോങ് ടേം മെമ്മറി ആകുമ്പോൾ നമ്മൾ കോർട്ടെക്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഫ്രോണ്ടൽ ആൻഡ് പെറൈറ്റൽ ലോബാണ് മെയിനായിട്ട് കോർട്ടെക്സിൽ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് പറഞ്ഞിരുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണ്, അവിടെ പുതിയ വയറിംഗ് സിസ്റ്റംസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ന്യൂറോണൽ പാത്വേസ് ഉണ്ടാവുന്നു. ബ്രെയിൻ അഡാപ്റ്റബിൾ ആവുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ എബിലിറ്റിയാണ് അഡാപ്റ്റ് ചെയ്യാനും പുതിയ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് പുതിയ പാത്വേസ് ഉണ്ടാക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിരുന്നത്. ബ്രെയിൻ റിവയർ ടു ഫങ്ഷൻ ഇൻ സം വേ ദറ്റ് ഡിഫർ ഫ്രം ഹൗ ഇറ്റ് പ്രീവിയസ്ലി ഫങ്ഷൻ. മുന്നേ ചെയ്തിരുന്ന വ്യത്യസ്തമായിട്ട് പുതിയൊരു ഫങ്ഷൻസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്ക് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും, പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നുണ്ട്. മെയിൻലി നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ലേണിംഗ് ആൻഡ് ന്യൂ എബിലിറ്റി, ഇൻഫർമേഷൻ അക്വിസിഷൻ കാരണം, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്, പ്രഗ്നൻസി, കലോറി ഇൻടേക്ക്, പ്രാക്ടീസ്, ട്രെയിനിങ്, സൈക്കോളജിക്കൽ സ്ട്രെസ്സൊക്കെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് കാരണമാവാറുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റിമുലസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പാറ്റേൺ ഓഫ് ബിഹേവിയർ, നമ്മുടെ ന്യൂറൽ പാത്വേയുടെ സിസ്റ്റംസ് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒക്കെ ഈ ബ്രെയിനിന് ചേഞ്ചുകൾ, ബ്രെയിനിൽ ആ ഒരു ന്യൂറോണൽ കണക്ഷൻസിന് ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ പറയുന്നത്. ഇനി പറയുന്നതാണ് ഹെബിയൻ തിയറി എന്ന് പറയുന്നത്. ഹെബിയൻ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗെദർ ആർ വയർ ടുഗെദർ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കറിയാം ഒരു സിനാപ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടായിരിക്കും, ഒരു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടായിരിക്കും. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ സ്റ്റിമുലസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലസ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റിമുലസ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സിനാപ്സ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, അവിടെ സിനാപ്റ്റിക് എഫിഷ്യൻസി കൂടും. പ്രീ സിനാപ്റ്റിക് സെൽസ് റിപ്പീറ്റഡ്ലി പേഴ്സിസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന് കൊടുക്കുമ്പോൾ സിനാപ്റ്റിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെബിയൻ തിയറീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെബിയൻ തിയറീനെ ഹെബ്സ് റൂൾ, ഹെബ്സ് പോസ്റ്റുലേറ്റ്, സെൽ അസംബ്ലി തിയറി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഹെബ്സ് റൂൾ അല്ലെങ്കിൽ ഹെബ്സ് പോസ്റ്റുലേറ്റ്, സെൽ അസംബ്ലി തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഹെബിയൻ തിയറി പറയുന്നത് ന്യൂറോ സയൻറ്റിഫിക് തിയറിയാണ്. ക്ലെയിം ദാറ്റ് എൻ ഇൻക്രീസ് ഇൻ സിനാപ്റ്റിക് എഫിഷ്യൻസി അറൈസസ് ഫ്രം പ്രീ സിനാപ്റ്റിക് സെൽസ് റിപ്പീറ്റഡ് ആൻഡ് പെർസിസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് സെൽസ്. പോസ്റ്റ് സിനാപ്റ്റിക് സെൽസിനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിമുലേഷൻസ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും എന്താണ്, അവർ തമ്മിലുള്ള കണക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേഷൻസ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഇതായിട്ട് പറയുന്നത് രണ്ട് ന്യൂറോൺസ് ആക്സോൺ ഓഫ് സെൽ എയും ആക്സോൺ ഓഫ് സെൽ ബിയും നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ സെൽ എ എന്ന് പറയുന്നത് ബിക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിമുലസ് കൊടുക്കുന്നു, ഫയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തുണ്ടായിരിക്കും, ചില മെറ്റബോളിക്കൽ ചേഞ്ചുകൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രോത്ത് പ്രോസസ്സ്, മെറ്റബോളിക്കൽ ചേഞ്ചും ബോത്ത് എ ആൻഡ് ബിയിൽ സംഭവിക്കുന്നു. സോ എന്തുണ്ടായിരിക്കും, അവിടുത്തെ എഫിഷ്യൻസി കൂടും, സിനാപ്റ്റിക് എഫിഷ്യൻസീസ് കൂടുകയാണ് ചെയ്യുന്നത്. പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് കൊടുക്കുന്നത് കാരണം സ്ട്രെങ്തനിങ് സംഭവിക്കുകയാണ്, സിനാപ്സ് ആക്റ്റീവ് ആവുന്നു, സ്ട്രെങ്തനിങ് സംഭവിക്കുന്നു. ഇതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഹെബിയൻ തിയറിയിൽ പറയാനായിട്ട് ഉള്ളത്. പിന്നെ 2-3 കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്തായാലും നമുക്ക് ഈ ഒരു ന്യൂറോണൽ പാത്വേയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എക്സൈറ്റേറ്ററി ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടായിരിക്കാം, ഇൻഹിബിറ്ററി എഫക്റ്റുകളും കാണിക്കാം. മെയിൻലി ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ ഹെൽപ്പ് ചെയ്യുന്ന 2 മേജർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ഗ്ലൂട്ടമേറ്റും ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്
ഏതൊക്കെയാണ് സെറട്ടോണിൻ, എസറ്റൈൽ കൊളിൻ, നോറഡ്രിനാലിനൊക്കെ കീ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ വരുന്ന രണ്ടെണ്ണമാണ് ഗ്ലൂട്ടമേറ്റും ഡോപ്പമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ എഫക്റ്റും കൂടെ നോക്കിപ്പോവാം. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്തൊക്കെയാണ്, അവരുടെ എക്സൈറ്റേറ്ററി എഫക്റ്റ് കാണിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണ്, ഇൻഹിബിറ്ററി എഫക്റ്റ് കാണിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കിപ്പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ വരുന്നത്. ഓരോ മെമ്മറിയും ആ മെമ്മറിക്ക് കാരണമാവുന്ന ബ്രെയിൻ റീജിയൻ കൂടി നോക്കിപ്പോണം. പിന്നെ നമുക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡീനെ നന്നായി കെയർ ചെയ്യുക, നന്നായി ഉറങ്ങുക, നന്നായി എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ മൈൻഡിന് എക്സസൈസ് കൊടുക്കുക. കലണ്ടേഴ്സ്, പ്ലാനേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മെൻ്റലി എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. റീഡിങ്, റൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മെൻ്റലി ആക്റ്റീവായി നമുക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എപ്പോഴും ഒരു നല്ല മെമ്മറി ആയിട്ട്, ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡായിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ വരുന്നത്. താങ്ക് യു.